പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പുതിയ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തോട് ചേർന്ന് ഈ ജീവിതയാത്ര നാം മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മെ നിലനിൽക്കുന്ന നിത്യ തേജസ്സിൻ്റെ മക്കളായി ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ലോകവും അതിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും. എന്നാൽ ഈ ലോകത്തിലേക്ക് നമ്മെ അയച്ചത് ദൈവമാണ്. കാരണം ദൈവമാണ് നമ്മെ അതിശയവും ഭയങ്കരമായി സൃഷ്ടിച്ചത്. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ആ ജീവൻ ഈ ഭൂമിയിൽ ആ, ദൈവം ഉദ്ദേശിച്ച മാതാപിതാക്കളിൽ കൂടി, ദൈവം ഒരുക്കിയ ഒരു ശരീരത്തിൽ കൂടി ഈ ഭൂമിയിൽ ജനിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. നാം ആരും വിചാരിച്ചിട്ടല്ല ഈ ഒരു ശരീരവും ഇങ്ങനെ ഒരു പ്രകൃതവും ആ, ഇങ്ങനെയുള്ള മാതാപിതാക്കളെയും ഒന്നും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ജനിക്കണം, ഇതൊന്നും നമ്മളുടെ തിരഞ്ഞെടുപ്പില്ല. ഇതെല്ലാം ദൈവമാണ് നിശ്ചയിച്ചത്. എന്നാൽ ഈ ജീവിതയാത്രയിൽ എന്നെ സൃഷ്ടിച്ചതും എന്നെ പരിപാലിക്കുന്നതും എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് ദൈവം വലിയ ഭാഗ്യം തരികയാണ് ചെയ്യുന്നത്. ആ തിരിച്ചറിവ് ഒരു വ്യക്തിയെ ദൈവത്തെ പിൻപറ്റുവാനായിട്ട് സഹായിക്കുന്നു. എന്നാൽ ഏറെ പങ്ക് ആളുകൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായിട്ടും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ളൊരു ജീവിതം ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ മരണമില്ലാത്ത തേജസ്സുള്ള ശരീരത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മെ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ദൈവവചന അനുസരണത്തിൽ കൂടി ജീവിപ്പാൻ സഹായിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യം. അവിടെ പറയുന്നത്, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് എന്ന് പറയുന്നത് പരീക്ഷകനാണ്, അപവാദിയാണ്, പ്രതിയോഗിയാണ്. അവൻ ബോഷ്ക്ക് പറയുന്നവനും അവൻ അപ്പനുമാണ്. അങ്ങനെ ഒത്തിരി വാക്കുകൾ പിശാചിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ യേശു കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് പിശാചല്ല മരുഭൂമിയിലേക്ക് നടത്തിയത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. എന്നാൽ ആ മരുഭൂമിയിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുക എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പോൾ അവിടെ പരീക്ഷകൻ അടുത്തു വന്നു. അവൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയാണ്, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ 40 രാവും 40 പകലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് യേശുവിന് വിശന്നപ്പോൾ വിശപ്പിൻ്റെ ആ ഒരു അവസ്ഥയിൽ അവിടെ ഒരു പരീക്ഷയും കൊണ്ടാണ് പിശാച് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഓരോരോ അവസ്ഥകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷയും കൊണ്ടാണ് പിശാച് വരുന്നത്. അപ്പോൾ ഇവിടെ യേശു കർത്താവിനോട് പരീക്ഷകൻ അടുത്ത് വന്ന് ചോദിക്കുന്ന കാര്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളെ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നീ ദൈവപുത്രനല്ലേ, നിനക്ക് വേണമെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായിട്ട് തീരാൻ കൽപ്പിച്ച് അത് ഭക്ഷിച്ച് വേണമെങ്കിൽ നിന്റെ വിശപ്പ് അടക്കാമല്ലോ എന്ന് പറയുന്നൊരു സാഹചര്യമാണ് അവിടെ കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു കർത്താവ് അവിടെ പിശാചിനോട് പറഞ്ഞത്, അതിന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പിശാച് വചനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരീക്ഷിക്കുന്നത്. എന്നാൽ ആ പരീക്ഷയിൽ പെട്ടുപോകാതെ അവിടെ വചനത്താൽ തന്നെ അതിനെ ജയിക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ കൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പോൾ പിശാച് ദൈവവചനം അനുസരിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ പോലും വചനം പറഞ്ഞ് തന്നെ തെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ തെറ്റിപ്പോകുന്നത് തെറ്റായിട്ടുള്ള വചന കേൾവിയിൽ കൂടിയാണ്. അപ്പോൾ ഈ നാളുകളിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കണം. വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ ഹൃദയത്തിൽ വസിക്കണം. വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയുള്ള ദൈവിക ജീവനും ദൈവിക ശക്തിയുടെ നിറവുള്ള വ്യക്തികളായെങ്കിൽ മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വചനം പറയുന്ന വ്യക്തികൾ അത് ഏത് ആത്മാവിലാണ് പറയുന്നത് എന്ന് വിവേചിക്കുവാനായിട്ട്, ദൈവവചനം പറയുന്നു, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. അപ്പോൾ പലവിധമായിട്ടുള്ള ആത്മാക്കളുണ്ട്. അതുകൊണ്ട് ഇവിടെ യേശു കർത്താവ് പിശാചിനെ അവൻ്റെ തന്ത്രത്തെ തിരിച്ചറിയുകയാണ്. അവിടെ പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും കൂടി ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ പിശാചിൻ്റെ തന്ത്രത്തെ അവിടെ യേശു കർത്താവ് അതേ വചനം പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ കൂടി എഴുതിയിരിക്കുന്നു, പലരും എഴുതിയിരിക്കുന്ന കാര്യം പറയുന്നത്, പക്ഷേ അതിനടുത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പങ്കാളുകൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
ഒരു സാഹചര്യത്തിന് നടുവിൽ ശരിയാണ്, ഇപ്പോൾ 40 രാവും 40 പകലൊക്കെ ഉപവസിച്ച് എനിക്ക് വിശക്കുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവിടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം മാത്രമാണ് ഇനി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും കൂടിയുള്ള ഒരു വെളിപ്പെടുത്തൽ അവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകൾ, നിരാശകൾ, ഇല്ലായ്മകൾ, ഞെരുക്കങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ വചനത്തിൻ്റെ നിന്ന് മാറി സഞ്ചരിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയല്ല വേണ്ടത്. മറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എല്ലാത്തിനുള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. കർത്താവ് സർവശക്തനാണ്, സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. എന്നാൽ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് കാര്യത്തെ കാണുക, ചെയ്യുക, അല്ലെങ്കിൽ ആ സമയത്ത് പരീക്ഷയുമായി വരുന്ന പിശാചിനെ എങ്ങനെയാണ് ജയിക്കുക എന്ന് കർത്താവ് നോക്കും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ കാര്യം 4-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ ഇവിടെയുമുണ്ട്, താഴേക്ക് പറയുമ്പോൾ പരീക്ഷകളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം 3 തരം പരീക്ഷയുണ്ട്. പരീക്ഷ അവിടെ പിശാച് യേശുവിൻ്റെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. എന്നാൽ ആ 3 പരീക്ഷകളും അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ വചനത്താൽ തന്നെ ജയിക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട്, ഇതെല്ലാം നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലവിധമായിട്ടുള്ള തന്ത്രങ്ങളെ ജയിക്കുന്നതെന്ന്. അവിടെ 4:14 ഇങ്ങനെ പറയുന്നത്, ലൂക്കോസ് 4:14, അവിടെ യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഈ പരീക്ഷ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുവാനല്ല, വീഴ്ത്തിക്കളയുവാനല്ല, മറിച്ച് ആ പരീക്ഷയുടെ നടുവിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി അവൻ ദൈവശക്തിയുടെ നിറവുള്ള വ്യക്തിയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ദൈവവചനത്തോട് വലിയ ദാഹത്താൽ നിറയപ്പെടുവാനും വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ദൈവീയ ജീവൻ പ്രാപിക്കുവാനും സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവശക്തിയുടെ നിറവുള്ള വ്യക്തിത്വങ്ങളായി തീരുവാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനും പരീക്ഷയുമായി വരുമ്പോൾ വചനത്തിൽ കൂടി അതിനെ ജയിക്കുവാനും ഞാനുള്ള ഹൃദയം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണത്തിനുള്ള വിശപ്പ്, വെള്ളത്തിനുള്ള ദാഹവുമല്ല, വചനത്തിലുള്ള വലിയ ദാഹത്തെ എല്ലാവരിലോട്ടും അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എല്ലാവരും അഭിഷേകം ചെയ്യണം. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളെ തീരാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.